നമസ്കാരം നമസ്കാരം നമസ്കാരം. ഹലോ ഹലോ ഐ എം കോക്ക്. ആ കോക്ക് അവനൊക്കെ വേറെ പണിയൊന്നുമില്ലേ? ആ പാവം മനുഷ്യൻ, അദ്ദേഹത്തിന്റെ 10-47 വർഷത്തെ ജീവിതം, അദ്ദേഹത്തിന്റെ മനസ്സ്. ബറോസ് ബറോസ് എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. സിനിമ 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 സിനിമ, അല്ലാതെ അശ്വന്ത് കോക്കിന്റെ അമ്മായിയപ്പന്റെ ലൈഫ് സ്റ്റോറി അല്ല. എന്താണ് സിനിമ? മഹാനായ നടൻ ലാലേട്ടൻ ഇവിടെ 100 കോടി രൂപ മുടക്കിയിട്ട് 500 കോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിനിമയാണ് ബറോസ് എന്ന് വിചാരിച്ചോ? ഊളകൾ. ബറോസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ അടിക്കുന്ന ഊളകളോട് എനിക്ക് വളരെ മാന്യമായിട്ടൊരു ചൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. 100 കോടി രൂപ മുടക്കിയിട്ട് 500 കോടി അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മൂവിയാണ് ബറോസ് എന്ന് വിചാരിച്ചിട്ടാണോ നീയൊക്കെ റിവ്യൂ എടുക്കുന്നത്? വേണമെങ്കിൽ പോയി കണ്ടാൽ മതി. നിനക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടെങ്കിൽ നീയൊക്കെ പോയി കണ്ടാൽ മതി. അല്ലെങ്കിൽ കാണേണ്ടതോ വിട്ടുകളാ. അതൊരു ആവിഷ്കാരമാണ്. അതൊരു ആവിഷ്കാരമാണ്. ആവിഷ്കാരം. എൻ്റെ കല ഞാൻ ആവിഷ്കരിക്കുകയാണ്. സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. എൻ്റർടൈൻമെൻറ്റ് തോന്നുന്നില്ലേ? സന്തോഷിക്കുന്നില്ലേ? വേണ്ട. ബട്ട് അതിൻ്റെ സൃഷ്ടാവ് അതിൻ്റെ ഓരോ ഫ്രെയിമിലും, ഓരോ സീനിലും, ഓരോ മൂമെൻറ്റിലും, ഓരോ വാക്കുകളിലും, ഓരോ സെക്കൻഡിലും അതിൻ്റെ സൃഷ്ടാവ് ആനന്ദിക്കുന്നുണ്ട്. ആ 100 കോടി ലാലേട്ടൻ്റെ ആനന്ദമാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആനന്ദമാണ്. മനസ്സിലായോ? അല്ലാതെ സിനിമ ഇവനൊക്കെ ഏത് നേരത്താണ് ഉണ്ടായതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഈ നെഗറ്റീവ് റിവ്യൂ ഈ ഹോളിവുഡ് സിനിമകൾ നോക്കൂ. ഹോളിവുഡ് സിനിമകൾ എന്ന് പറഞ്ഞാൽ ആ സിനിമ ഒരു ആവിഷ്കാരമാണ്. അതൊരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിന് വിജയിക്കോ അതല്ലെങ്കിൽ ആ സിനിമ സാമ്പത്തിക ലാഭമാവുമോ അതൊന്നും ചിന്തിക്കുന്നില്ല. ഒരു എന്താ പറയുക, ഒരു സൃഷ്ടി, ആ സാധനത്തിനെ സൃഷ്ടിക്കുക എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പം അതിൽ സാമ്പത്തികം അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊരു കലയാണ്, അതൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ അംഗീകരിക്കാത്ത ഇവനെപ്പോലെ ഇവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ ഈ റിവ്യൂ പറയുന്ന ഊളകൾ, റിവ്യൂ പറയുന്ന വൃത്തികെട്ടവന്മാർ ഒരു പ്രാവശ്യം പറയോ, എനിക്ക് സിനിമ മൂവിയുടെ റിവ്യൂ ചെയ്തിട്ട് കിട്ടുന്ന യൂട്യൂബ് റവന്യൂ എനിക്ക് ആവശ്യമില്ല എന്ന് ഒറ്റ പ്രാവശ്യം പറയാൻ തയ്യാറുണ്ടോ? ഒരുത്തരെങ്കിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവന്മാർ റിവ്യൂ ഇടുന്നതിൻ്റെ ഒക്കെ പിന്നിൽ സാമ്പത്തിക ലാഭം മാത്രമാണ്. ആ സൃഷ്ടിയെ നമ്മൾ അംഗീകരിക്കണം. ലാലേട്ടനെ നമ്മൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ മുമ്പേ പല അംഗീകരിച്ചാണ്. ഈ ഊളകളും ഞാനൊന്നും അംഗീകരിച്ചില്ലെങ്കിലും ലാലേട്ടനെ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടനെ ഇവിടെ ലോകം അംഗീകരിച്ചതാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് മാത്രം ഒരു സാധാരണ സിനിമ കാണുമ്പം നമ്മളിപ്പോൾ പാവയ്ക്ക ഉപ്പേരി വെച്ച് കഴിക്കുന്നതും പായസം കുടിക്കുന്നതും തമ്മിൽ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ആ പാവയ്ക്ക കഴിക്കാതിരിക്കുന്നുണ്ട് ആൾക്കാർ. പായസം മാത്രം 3 നേരം കുടിക്കുന്നു. പായസം മാത്രം. പായസം പായസം പായസം. രാവിലെ പായസം, ഉച്ചയ്ക്ക് പായസം, വൈകുന്നേരം പായസം. ടേസ്റ്റുള്ള സാധനങ്ങൾ മാത്രം. ഈ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. ഒരു സൃഷ്ടി. ഇപ്പോൾ നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ OV വിജയൻ തന്നെയാണ് മറ്റൊരു സാധനം എഴുതിയത്. അസുരപുരാണം എന്ന് പറയുന്ന സാധനം ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ OV വിജയൻ എഴുതി കഴിഞ്ഞിട്ട് ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ കേട്ടത് എങ്ങനെയാണ്, ശ്രദ്ധിക്കപ്പെടുന്നില്ല. ആളുകൾ അത്രയും കൂടുതൽ റിസ്ക് എടുത്ത്, അല്ലെങ്കിൽ അത്രയും കൂടുതൽ മനസ്സും ശരീരമൊക്കെ ആത്മാർത്ഥമായിട്ട് അതിനെ പ്രണയിച്ച് എഴുതിയിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയതിന്റെ വിഷമത്തിലാണ് അസുരപുരാണം എന്ന് പറയുന്ന സാധനം OV വിജയൻ എഴുതിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ചരിത്രത്തിന്റെ ഏടുകളിൽ ആ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന്റെ ഓരോ സ്റ്റെപ്പിൽ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ. കുട്ടികൾക്ക് കാണാം. കുട്ടികൾക്ക് വേണ്ടി 100 കോടി രൂപ, കുട്ടികൾക്ക് വേണ്ടി, ചെറിയ കുട്ടികളുടെ മനസ്സില്ലാത്ത ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്മാരിൽ?
വയലൻസും സെക്സും പിന്നെ ഒരിക്കലും പിന്നെ എന്താ പറയുക ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ കുത്തി നിറച്ചിട്ടുള്ള കണ്ടന്റുകളുമായിട്ട് വന്ന് നമ്മളെ 2 മണിക്കൂർ നേരം ഒരു മായിക ലോകത്ത് ഇരുത്തി പോകുന്ന സിനിമകൾ, അത്തരം സിനിമകളുണ്ട്, അതും സിനിമയാണ്. പക്ഷെ ഇത് എന്താ പറയാ, അതൊരു വല്ലാത്ത ആവിഷ്കാരം. ആ ആവിഷ്കാരത്തിന് നമ്മൾ ഒന്നല്ലെങ്കിലും ഇത്രയും പിന്നെ കാരണം നമ്മളോടൊപ്പം നിന്ന് ആകെ അദ്ദേഹം ചെയ്ത ഒരൊറ്റ സിനിമയാണ്. അതിന്റെ ഓരോ പോയിന്റിലും അദ്ദേഹത്തിന്റെ ഒരു ശൈലി. ആരാണ് മോഹൻലാൽ, എന്താണ് മോഹൻലാൽ, എന്താണ് മോഹൻലാൽ എന്ന് കൃത്യമായിട്ട് ആ സിനിമയിൽ കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് അദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ബറോസ് ഒരു വൻ വിജയമായോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും പിന്നെ നമ്മൾ സംസാരമില്ല. ബറോസ് ലോക സിനിമാ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരു സൃഷ്ടിയാണ്, ഒരു സംഭവമാണ്, അത് സംഭവിച്ചതാണ്. അത് അദ്ദേഹത്തിന്റെ എന്താ പറയുക, ജീവിതത്തിൽ അദ്ദേഹം അത് ചെയ്യേണ്ടിയിരുന്ന സാധനമാണ്. ഒരു നിയോഗം പോലെ, ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു നിയോഗം പോലെ വന്നു ചേർന്ന ഉത്തരവാദിത്തം മോഹൻലാൽ സാർ വളരെ ഭംഗിയായി നിർവഹിച്ചു. ബറോസ് എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് റിവ്യൂസ് പറഞ്ഞിട്ട് ഊളകള്, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വേണ്ടാന്ന് ഒരൊറ്റ പ്രാവശ്യം ഏതെങ്കിലും ഒരു ഊള പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ തലമുടി മൊട്ടടിച്ചിട്ട് നാളെ ഞാൻ വീഡിയോ ഇടും. ഏതെങ്കിലും ഊള റിവ്യൂ, പിന്നെ ആ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് റോട്ടിൽ കൂടി പോയ ഏതോ ബാലൻസ് ആയിട്ട് ഞാൻ പറയുന്നില്ല, കൂട്ടിച്ചേർക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ സെൻസ്. ബൈ.